ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു കിടിലൻ പായസമായിട്ടാണ് വന്നത്. നല്ല അടിപൊളി പായസം. അതിന് ഞാനിവിടെ മക്രോണി എടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മക്രോണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്തയോ മക്രോണിയോ എന്താണെങ്കിലും എടുക്കാം. പിന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതാണെങ്കിൽ 2 ക്യാരറ്റ് എടുത്തോ. അപ്പോൾ ഈ മക്രോണി നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പൊടി പോലെ ആവണ്ട, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിലെടുക്കണം. അധികം പൊടി പോലെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു അരഭാഗം ഇങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് കണ്ടിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. കറക്റ്റ് 2 വിസിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം വണ്ണുള്ളൊരു ക്യാരറ്റാണ്. പിന്നെ ഞാൻ കുറച്ചാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ എല്ലാം കൂടുതലെടുക്കുക. മക്രോണിയും പിന്നെ ക്യാരറ്റും എല്ലാം കൂടുതലെടുക്കുക. നമ്മൾ മക്രോണി ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മക്രോണി വെന്ത് വരുമ്പോൾ നമ്മൾ ഒഴിച്ചതിൽ വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുള്ള വെള്ളം, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മക്രോണി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 15-20 മിനിറ്റ് കൊണ്ട് എന്തായാലും വെന്ത് കിട്ടും. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അര കപ്പ് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് മാറ്റാം. വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ വെന്തിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം, എന്നാൽ പായസത്തിലിട്ട് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്യൂരിയാക്കി എടുക്കണം. കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ക്യാരറ്റിൻ്റെ പ്യൂരി ഒഴിച്ച് കൊടുക്കുക. ആ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ കറക്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്യാരറ്റിൻ്റെ പ്യൂരിയും പാലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം പഞ്ചസാരയിൽ നിങ്ങളെ അളവിലെടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പം മധുരം കൂടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, പെട്ടെന്ന് അടിക്ക് പിടിച്ചു. ഇപ്പോൾ ക്യാരറ്റിലുള്ളതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ചു. പിന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച് വേവിച്ച് മക്രോണി ഇട്ട് കൊടുക്കാം. ഇത് നമ്മളങ്ങനെ തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ മക്രോണി ആദ്യമേ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നും ഇല്ലാണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാരറ്റിൻ്റെ പ്യൂരിയിൽ നിന്ന് കുറച്ച് ക്യാരറ്റൊന്നും അടിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മാറ്റിയൊന്നും ചെയ്യേണ്ട, നല്ല ഉണ്ടായിരുന്നു കടിക്കുമ്പോൾ ക്യാരറ്റ്. അപ്പോൾ നന്നായിട്ട് പ്യൂരി ആക്കുന്ന ആളുണ്ടെങ്കിൽ പ്യൂരി ആക്കിക്കോ, അല്ലെങ്കിൽ ജസ്റ്റ് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് വെച്ചോ, നല്ല ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ കണ്ടൻസ്ഡ് മിൽക്ക്. കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ മധുരമായ പിന്നെ കുടിക്കാനൊന്നും പറ്റൂല. അപ്പോൾ 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പായസം പകുതി മുക്കാലോളം ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളച്ചെടുക്കണം, കാരണം ഇത് നല്ല ലൂസാണ്. കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വെക്കാം. അതിന് മുമ്പ് നമുക്ക് മുന്തിരിയും കാഷ്യൂലും ഒന്ന് ഗീലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം.
അപ്പോൾ ഈ ചൂടോടുകൂടെ തന്നെ നമ്മൾ ആ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മക്രോണി പായസമാണെന്നൊന്നും പറയൂല, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി പായസമായിരുന്നു. നമ്മൾ പാലടയെല്ലാം കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല ഒരു സേമിയത്തിൻ്റെതും ഒരു പാലടേൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പായസത്തിന്. മക്രോണീൻ്റെ പായസം എന്ന് പറയേയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മധുരം നിങ്ങളൊന്ന് കണക്ക് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുക. പിന്നെ എപ്പോൾ പറയുന്ന പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ആക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായി വരുന്നവരെ ബായ്.